ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൊബൈലിറ്റി പീസ് നിങ്ങൾ ബംഗാളിയിലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇവിടെ കൊടുത്തേക്കുക. മറ്റേ ഫോണിൽ കീബോർഡും മൗസൊക്കെ വെച്ച് കളിക്കത്തില്ലേ, നമ്മൾ അതേപോലെ സെറ്റപ്പ് നമ്മൾ ഫ്രീ ഫയർ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യാണ്, ഗെയിം കളിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാണ്. എഡിറ്റിങ്ങിന് കുറച്ച് ആവശ്യം ഈസി ചെയ്യാൻ ഞാൻ ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഡേ 1 നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമുക്ക് USB ഹബ്ബ് വേണം, മൗസ് വേണം, കീബോർഡും വേണം. അപ്പോൾ ഇതിൽ ഏറ്റവും താമസം നമ്മൾ കീബോർഡ് വരാനാണ്. 30-25 എത്ര ആണ് വരാൻ നല്ല താമസിക്കും കീബോർഡ് വരാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെമ്പററി ആയിട്ട് ഒരു കീബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടേ ഇതാണ് നമ്മൾ ടെമ്പററി ആയിട്ട് എടുത്തേക്കുന്നത് കീബോർഡ്. ഫിംഗേഴ്സിൻ്റേതാണ്, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വൃത്തിയാക്കി നീറ്റാക്കി. എൻ്റെ മാമൻ്റെ കീബോർഡാണ്, മാമൻ കസിൻസിൻ്റെയാണ്. അപ്പോൾ ഏത് കസിനാണെന്ന് നിങ്ങൾ ലാസ്റ്റ് ഒരു ലുലുമാളിൻ്റെ വ്ലോഗ് ഉണ്ടല്ലോ, അവിടെ നമ്മളെ കൂടെ കസിൻസിൻ്റെ തന്നെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഇത് ആവശ്യമുള്ളപ്പോൾ ചോദിക്കുക, അപ്പോൾ തന്നാൽ മതി. അപ്പോൾ നമ്മളെ കീബോർഡ് വരണ വരെ ടെമ്പററി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ച ടെമ്പററി യൂസിന് അഞ്ചൊരു കീബോർഡാണ്. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇനി പൊടിയൊക്കെ തുളച്ചിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ ഡേ 1 ആണ്. ഇന്നത്തെ ഡേറ്റ് എത്രയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ. ഇന്ന് 17 ഇന്നത്തെ ഡേറ്റ്. ഓക്കെ, നമുക്ക് മാർക്ക് വെച്ചാൽ കലണ്ടറിൽ ഇന്ന് 17. നാളെ 18 മൗസ് വരും. അപ്പോൾ നാളെ അതൊരു RGB മൗസാണ്. അപ്പോൾ അതും കൂടി ആ മൗസ് വരുമ്പോൾ പിന്നെ 19 അല്ലെങ്കിൽ 20-ാം തീയതി നമ്മളെ ഹബ്ബ് വരും. മെയിനായിട്ടുള്ള ഹബ്ബ് വരും. ഹബ്ബ് വന്നാൽ പിന്നെ എല്ലാം കണക്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. കണക്ട് ചെയ്താൽ നമുക്ക് കളിക്കാനേ ഉള്ളൂ. അപ്പോൾ തന്നെ സെറ്റ് ചെയ്യാം. നമ്മളെ കീബോർഡ് അതിന് മുമ്പേ എത്താൻ പറ്റണം, നമ്മൾ തപ്പാം. അതിന് മുമ്പേ കീബോർഡ് കിട്ടിയാൽ നമുക്ക് സെറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇപ്പോൾ ഹബ്ബ് നേരത്തെ വന്നാൽ നമുക്ക് ഈ ഒരു ടെമ്പററി കീബോർഡ് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ മെയിൻ കീബോർഡ് വരുമ്പോൾ അത് RGB നോർമൽ കീബോർഡാണ്. ആ കീബോർഡ് വരുമ്പോൾ നമുക്ക് തിരിച്ച് കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനാണ് വന്നേക്കണേ. അപ്പോൾ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് നാളെ മൗസും കൂടി വന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഓരോരോ വീഡിയോസ് ആയിട്ട് എടുത്തെടുത്ത് പോകും. അപ്പോൾ പറ്റുന്ന എത്രയും പെട്ടെന്നാണോ നമ്മൾ അത്രയും പെട്ടെന്ന് നമ്മളെ ബഡ്ജറ്റ് വേറെ കാര്യമുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാനാണ് നമ്മൾ നോക്കണേ. അതുകൊണ്ട് വലിയ 1000-ന് മേലെയുള്ള സാധനങ്ങളായിട്ട് ഒന്നുമില്ല. എല്ലാം 200, 300, 400 ആ ഒരു റേഞ്ചിലുള്ള സാധനങ്ങളാണ് നോക്കിയത്. ലാസ്റ്റ് നമ്മൾ ടോട്ടൽ എക്സ്പെൻസും കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ഡേ 1-ലെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഒരു കീബോർഡിൻ്റെ മാത്രമാണ്. അപ്പോൾ എനിക്ക് നാളെ മൗസ് വരും. മൗസിൻ്റെ ഡീറ്റെയിൽസ്, മൗസിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കുക. അപ്പം മൗസും കൂടി വന്നിട്ട് നമുക്ക് നാളെ അടുത്ത ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഇനി അതും കൂടി വെച്ച് നോക്കാം. അതിനിക്കൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൗസിന് നല്ലതാണോ അല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. കീബോർഡും ടെസ്റ്റ് ചെയ്തില്ല. ടെസ്റ്റ് ചെയ്യാൻ ഇത് നല്ലതായിരിക്കും, കാരണം അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റേ മൗസ് വന്നിട്ട് അടുത്ത ഡേ കാണാം. Hi, today day 2 of budget friendly mobile PC. Let's go. ഇപ്പോൾ 4:55 ആയപ്പോഴാണ് സാധനം കിട്ടിയത്. തിരക്കുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നമുക്ക് സാധനം കിട്ടിയത് കഴിക്കണ്ടേ. ഇപ്പോൾ മൗസാണ് ഇന്നിട്ട് ഡേ 2 മൗസ് കിട്ടി. ഇനിയിപ്പോൾ ഡേ 3 നമുക്ക് ഹബ്ബ് വരും. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ്. ഞാൻ ഇവിടെ ഒബ്ജക്റ്റീവ്സ് എടുത്തിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് മൊത്തം 3 സാധനങ്ങളാണ് വേണ്ട. കീബോർഡ് കിട്ടി. കീബോർഡ് മീൻസ് മാമൻ്റെ അത് ഇടാം. ഓക്കെ, സെക്കൻഡ് നമ്മളെ മൗസ്. ഓക്കെ, അതും കംപ്ലീറ്റ് ചെയ്യും. നാളെ ഹബ്ബും കൂടി മൊത്തം തീർന്നല്ല, കണക്റ്റും കൂടി മാത്രം ചെയ്താൽ മതി. അത് കഴിഞ്ഞ് മറ്റന്നാൾ നമ്മളെ മെയിൻ കീബോർഡ് വരണയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നില്ല, ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാൻ പോകുന്ന കേസ്. അപ്പോൾ നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്താലോ. ആണെങ്കിൽ ഒരു ഉറക്കമോ കുറേ അങ്ങനെ നേരെ ഒന്ന് എടുക്കുകയാണ് കേസ്. നമുക്ക് നേരെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ബോക്സ് ചപ്പിച്ചളിയാണല്ലോടാ കിട്ടിയത്. ബോക്സ് ചപ്പിച്ചളിയാണ് കിട്ടിയിരിക്കുന്നാണ്ടേ. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ചപ്പിച്ചളിയൊക്കെ സാധനം കിട്ടിയത്. സാധനം ഡാമേജ് വല്ലതും ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ബോക്സ് ചപ്പിച്ചളിയാണ് കാണിച്ചു തരാം. ബോക്സ് ചപ്പിച്ചളിയാണ് എൻ്റെ ഫ്രോണ്ടെക്കിൻ്റെയാണ് കേട്ടോ. ഫ്രോണ്ടെക്കിൻ്റെ മൗസും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റിക്കർ ഊരണം. ഓക്കെ, ഞാൻ പെട്ടെന്ന് പേടിച്ചോടാ. സാധനം കിട്ടി.
അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഇപ്പോൾ എടുത്ത് കാട്ടിക്കളയാം. ഓ സാധനം കിട്ടിയേ പോടാ. കൊള്ളാടാ, കൊള്ളാല്ലേ? ഉണ്ട് പിടിക്കാൻ നല്ല മണം ഉണ്ട്, പിടിക്കാനൊക്കെ നല്ല. നടുക്കൊരു ബട്ടണും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. സൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ സൗണ്ട് കാര്യമൊക്കെ എടുക്കണം. ഉണ്ടോ നടുക്ക് ബട്ടണൊക്കെ പറഞ്ഞുണ്ട്. കൊള്ളാണോ, നല്ല സാധനം കേട്ടോ. എൻ്റെ പട്ടി കുട്ടി ജോയ് കേസ് ചക്കു. ഒപ്റ്റിക്കൽ മൗസ് കേസ് നമുക്കിതിന് കണക്ട് ചെയ്ത് നോക്കാം. ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ മൗസ് കൊണ്ട് ഇനിയിപ്പോൾ ചത്തു പോകുമെന്ന് എനിക്കെന്താ. ഇനിയിപ്പോൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മളെ കീബോർഡ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു വെറൈറ്റി ഗെയിം റൂം കീബോർഡിൻ്റെ ഒരു വെറൈറ്റി പിടി നമ്മളാണ്ട് ലേസർ ഉണ്ടല്ലോ, ഈ ലേസറിൽ ലൈറ്റ് നമ്മൾ കീബോർഡിൻ്റെ അടി വെച്ച് സെറ്റ് ചെയ്യും. അങ്ങനൊരു നമുക്കൊരു കാര്യം ചെയ്യും, നേരെ പോയി ലാപ്ടോപ്പ് സെറ്റ് ചെയ്യാം. എൻ്റെ ഒരു അമ്മയുടെ അച്ഛൻ്റെ ലാപ്ടോപ്പ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ലാപ്ടോപ്പ് അവരെ പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല. ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാൻ നമുക്കൊന്ന് ഓണാക്കി നോക്കാം സാധനം നല്ലതാണോ അല്ലേന്ന്. നമുക്കെന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ അമ്മ ഉണ്ട് അച്ഛൻ്റെ റൂമിലൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലാപ്ടോപ്പിലാണ് അപ്പോൾ നമ്മൾ മൊബൈൽ വെച്ചാൽ ഇവിടെ പോലെ ചെയ്യുന്ന പോലെ നമുക്ക് ഈ സാധനം കണക്ട് ചെയ്ത് നോക്കാം ഗൈസ്. ഇപ്പുറത്ത് നമുക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കണക്ട് ചെയ്തിട്ട് ലൈറ്റൊന്നും കത്തണില്ല നമുക്ക്. ഓ കത്തി ഗൈസ്, കത്തി. ഇതാണ് നമ്മുടെ മൗസ്. ഓ ഗൈസ്, RGB. അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണേന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് സ്കിൻ അങ്ങനെ ആടാ മോനെ, ഇനി ഇഷ്ടപ്പെട്ടു, നല്ല രീതിക്ക് ഗൈസ്. റെയിൻബോ കളറാണ് ഗൈസ്, എനിക്കിത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നല്ലൊരു ഇതാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കി, നിങ്ങൾ വീഡിയോ കണ്ടാണല്ലോ, ഒന്നും പറയാൻ നല്ല രീതിക്ക് ഇഷ്ടം. 200 രൂപയ്ക്ക് നല്ല സോറി ഞാൻ ഇപ്പോഴേ എല്ലാം കൂടി റിവീൽ ചെയ്താൽ നടക്കില്ല. സോറി അറിയാൻ ഞാൻ പറഞ്ഞു. എനിവേ ഇത് വാങ്ങിച്ച് കൊടുത്ത പൈസ 3 ലാഭം. ഇനി ലാസ്റ്റ് ഒന്നും കാര്യങ്ങൾക്ക് അറിഞ്ഞൂടാ. നല്ല സൗണ്ടൊക്കെ ആണെങ്കിൽ നല്ലൊരു ഇഷ്ടപ്പെട്ടു. ലൈറ്റൊക്കെ ഒരു രക്ഷയില്ല ഗൈസ്. ഇത് എത്ര 7 ഡിഫറെൻറ്റ് റെയിൻബോ കളേഴ്സാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. കണ്ടോ, ഇത് കൈ പിടിക്കുമ്പോൾ തന്നെ സെറ്റ് സാധനം ഗൈസ്. എനിക്കൊന്നും പറയുന്നത് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നാളെ ഹബ്ബ് ഉണ്ട്. ഇന്ന് Day 2 ആണ് ഗൈസ്. അപ്പോൾ Day 2 ഇത്രയെങ്കിൽ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൊബൈൽ ടു PC സെറ്റപ്പിലെ Day 2 ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇതേ സെയിം സാധനങ്ങളെല്ലാം കൂടി മൊബൈലിൽ ഇനി കണക്ട് ചെയ്യണം. മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് ഹബ്ബ് വേണം. ആ ഹബ്ബ് കണക്ട് ചെയ്യണ ഹബ്ബ്, അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ആ കണക്ട് ചെയ്യണ ഹബ്ബും കാര്യങ്ങളൊക്കെ വന്നാൽ കിടിലായിരിക്കും. ആ ഹബ്ബും വന്ന് ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് സെറ്റ് വ്യൂ ആയിരിക്കും. ഒന്നും രക്ഷയില്ല, കിടിലും ഗെയിമിങ് ആകും. പഠിച്ച് വരുമ്പോൾ താമസിക്കാൻ സാധ്യതയുണ്ട്. എനിവേ കിണ്ണം കുറച്ച് സാധനമായിരിക്കും. അത് വരുമ്പോൾ Day 3 നാളെ തന്നെ വരുമോ അതോ നാളെ ഇതേപോലെ വൈകുന്നേരം ആവുമെന്ന് എനിക്കറിയണം. മോർണിംഗ് വന്നാൽ അത്ര എനിക്ക് എളുപ്പമാണ്. ഓക്കെ, എനിവേ ഇത്ര ഉള്ളൂ അന്നത്തെ വീഡിയോ. അപ്പോൾ Day 3 നമുക്ക് ആ സാധനം വന്ന് കണക്ട് ചെയ്യണ വീഡിയോ ഏറ്റെടുക്കാം. Day 3 അപ്പോൾ നമുക്ക് Day 3 ഹബ്ബ് വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് Day 3 കാണാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് Day 3 കാര്യങ്ങൾ ഓക്കെ ഇന്ന് Day 3 കാര്യങ്ങൾ വിളിച്ചെടുക്കുന്നത് ഗൈസ്. ഇന്ന് Day 3 ആണ്. രാവിലെ ബുക്ക് ചെയ്ത സാധനം ഞാൻ ഇന്നത്തെ വൈകുന്നേരം വരുന്ന രാവിലെ മാത്രം എക്സ്പെക്ട് ചെയ്തു. ഉച്ചയ്ക്ക് 2 മണിയപ്പോൾ നമുക്ക് സാധനം കിട്ടി. പിന്നെ ഇന്നലെ രാത്രി തന്നെ ഇരുന്ന് ഞാൻ യൂട്യൂബ് നോക്കി എല്ലാം ചെയ്ത് സാധനം വന്ന് കണക്ട് ചെയ്ത് ആ വീഡിയോ ഞാൻ എടുത്തില്ല. അതിൻ്റെ ആവശ്യമൊന്നും യൂട്യൂബ് നോക്കി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇടും, ഞാൻ ചെയ്യാം. ഓക്കെ, പ്രൊഡക്റ്റ്
ഞാനാണെങ്കിൽ കുളിച്ചോണ്ടിരിക്കുന്നു. അപ്പോഴാണ് വന്നത്. നമ്മളെ പ്രൊഡക്റ്റിന് കഴിഞ്ഞു. അവിടെ ഇതും ചളുത്തി ചളിഞ്ഞിരിക്കുന്നു. എന്താണോ എല്ലാം ചപ്പി ചളിഞ്ഞാണത്. അപ്പോൾ ഇതുകൊണ്ടൊന്ന് കളഞ്ഞ് തരട്ടെ. ഈ സാധനം രണ്ടോ പോയി ചപ്പി കളഞ്ഞാൽ തെറ്റ് ചെയ്യുന്നത്. ഞാൻ എനിക്ക് അൺബോക്സ് ചെയ്യാം. അവിടെ കവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് വലിച്ച് കവറോട് ഞാൻ കവർ മാത്രമേ ചെയ്തെടുത്തു. ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റി ഉണ്ട്. സാധനം കിട്ടി ഗായ്സ്, സാധനം കിട്ടി. ഇനി നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് കളിച്ച് നോക്കാം. അതിൻ്റെ ഇവിടെ നമുക്ക് ഞാൻ അമ്മയുടെ ഫോൺ എടുത്ത് എനിക്ക് സെറ്റാക്കി തരാം ഗൈസ്. ഇതാണ് എൻ്റെ മേശ ഗൈസ്. ഇപ്പോൾ അലമ്പ് പോലെയൊക്കെ ആയിട്ട് കിടക്കണം. നമ്മളെ മൗസ് ഇരിപ്പുണ്ട് ഗൈസ്. ഫോൺ വയ്ക്കാൻ വേണ്ടി ഞാൻ സെറ്റ് വെച്ചത്. വെയിറ്റ് വയ്ക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചത്. നമ്മളെ കീബോർഡുണ്ട്. മാമൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്താ റൂമും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു മാതര സ്റ്റിക്കറിൻ്റെ റൂട്ടൊക്കെ ഉണ്ട്. നമ്മളാണ്ട് ഈ ഒരു ലേസർ ലൈറ്റാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ ഈ ഒരു ബ്ലൂ ലൈറ്റ് നൈറ്റ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ സെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്യണം. ഇനി എന്തായാലും കണക്ട് ചെയ്യണം വീട് എടുക്കാൻ കഴിയും നമുക്ക്. നമ്മളെന്തായാലും അമ്മയുടെ ഫോണാണ് ഇപ്പോൾ വീട്ടിലാണ്. ഇതാണ് എൻ്റെ ഫോൺ ഗൈസ്. ഈ A3 ഫോണ് കണക്റ്റും കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ സാധനം കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. കമ്പനിയുടെ പേരെന്താ? ബി സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ് കമ്പനിയുടെ പേര്. നമുക്ക് മൊബൈൽ ഇവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാൻ കഴിയും. മൊബൈൽ ഇപ്പോൾ നമ്മളിവിടെ കളിക്കാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണിച്ച നമ്മൾ ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഞാൻ വേറെ എടി വെച്ച് വീട്ടെടുത്ത് തരാം. പറ്റുമെന്ന് എനിക്ക് കാണുന്നതാ. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടാകും എനിക്ക് എന്നതാ. ഞാൻ എൻ്റെ ഉടുപ്പിൽ ഹുഡിയിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ എടുക്കണത്. കട്ടായോ? പെട്ടെന്നായില്ല. ശരി, ഇവിടെ വച്ചെടുക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ടാണ് വച്ചെടുക്കാനായിട്ടുള്ള സാധനന്മാർ ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് കാണാം. നമുക്ക് അറിയാമല്ലോ ഉണ്ട് ഈ ഇതിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. എന്തായാലും കണക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. നമ്മൾ മൗസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കീബോർഡും കൂടി കണക്ട് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ മൗസും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കാണിച്ചു തരാം. നമ്മൾ മൗസ് കാണാം. കണ്ടില്ലേ? ഇപ്പോൾ വേറെ ആളില്ല. അല്ലോ പിന്നെ സെറ്റ് ചെയ്തിട്ട് ഗെയിം എടുക്കണം. ബട്ട് ഗെയിം എടുക്കാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ നിലവിൽ നമ്മളതിലില്ല. നമുക്ക് ഇങ്ങനെ വെച്ച് ഒരെണ്ണം എടുക്കാമെന്ന് പറഞ്ഞാൽ സ്ഥലമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുക്കാം, നോക്കാം. നമുക്ക് ഇപ്പോൾ ഇത് കാണുന്ന രീതി വയ്ക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഇപ്പം കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് കുറച്ച് പണികളുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇടല്ലോ. K2ER K2ER കയറണം. നമ്മൾ കുറേ പേര് GG മൗസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ K2ER വെച്ച് ചെയ്യുന്നു. എൻ്റെ ബട്ടൺസൊക്കെ വന്നില്ലേ? കണ്ടോ? നമുക്ക് കൺട്രോൾസിൽ വെയിറ്റ് ചെയ്ത് എൻ്റെ മൗസ് വെച്ചേക്കണത്. ഓക്കെ, ഈ മൗസ് നമുക്കെടുത്ത് ബുക്ക് മാറ്റിയിട്ട് നമുക്ക് അല്ലാതെ വയ്ക്കാം. ഓക്കെ, നമ്മളല്ലാതെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് K2ER നമുക്ക് ബട്ടൺ സെലക്ട് ചെയ്യാം. നമ്മൾ Q ആണ് നമ്മൾ കൊടുത്തേക്കാണ്ട്. ഇവിടെ Q നിൽക്കാതെ Q കൊടുത്തു. ഓക്കെ, ഇപ്പോൾ Q ബട്ടൺ നിൽക്കാതാണ്. നമുക്ക് ക്യാരക്ടർ സ്കില്ല് എച്ച്, നമ്മൾ എച്ചും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങൾ കൊടുക്കാൻ. നമ്മൾ ഫയർ ബട്ടൺ കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, സെറ്റ് ചെയ്ത് വച്ചു സംതിങ് സെറ്റ് കേസ് ഇങ്ങനെ ബാക്ക് ആകുന്നുണ്ട്. നമുക്കത് പ്രശ്നമില്ല. കൗമാര ഹലോ, വെയിറ്റ് ചെയ്ത്
ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. എടാ ഞാൻ PC-യിലാണ് കളിക്കുന്നത്. PC-യിലാ. പറടാ, ഞാൻ PC-യിലാ. ഞാൻ PC-യിലാ. മൊബൈലും കീബോർഡ് മൗസ് കണക്ട് ചെയ്യില്ലേ? അത് വെച്ച് ഞാൻ ഇപ്പൊ കയറ്റിയതേ ഉള്ളൂ. ഇപ്പൊ കളിച്ച് പഠിച്ചിട്ടൊക്കെ ഞാൻ വരാടാ. നമ്മൾ മൈൻഡ് ചെയ്തില്ല. നേരെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഗെയിം പ്ലേ ഒക്കെ ഇനി നമുക്കൊന്ന് പഠിച്ച് സെറ്റാക്കാം. ആടും കാര്യങ്ങളും എപ്പോൾ കയറിയും ആഡിൻ്റെ പ്രശ്നമുണ്ട്. നമുക്കത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് ബട്ടൺസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ മൗസ് എങ്ങനെ ഓഫ് ആക്കുന്നതാണ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പഠിക്കേണ്ടത്. സോ ഈ മൗസ് ഓഫ് ആക്കാൻ ഏത് പറ്റണം? ഓക്കെ, ആൾട്ടും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതിവിടെ നിന്നതാ അതുകൂടി അപ്പോൾ പ്രശ്നമല്ല, സ്വാഭാവിക സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കളിച്ച് നോക്കാം. ഇടയ്ക്കൊക്കെ ഈ കയറ്റുവാറുള്ള പ്രശ്നം വന്നാൽ അത് മാത്രമേ. പിന്നെ എൻ്റെ റൂമിൽ നെറ്റില്ല. എൻ്റെ റൂമിൽ ഇരുന്ന് കളിക്കുന്നത് റിസ്ക്കാണ്. നെറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ബട്ടൺസ് എല്ലാം നമുക്ക് ട്രെയിനിങ്ങിൽ പോയിട്ട് സ്നൈപ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അടിച്ചൊക്കെ നോക്കാം. ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കളിച്ച് പഠിക്കുന്ന ദിവസം ടൈമൊക്കെ എടുക്കും. എന്തായാലും കളിച്ച് നോക്കാം. ഗൈസ്, നമ്മളെ സെറ്റപ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൗസ് ബുക്ക് തുറന്ന് ഇങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ ടഫുണ്ട് കളിക്കാൻ. ആണെങ്കിൽ കളിച്ച് മൊബൈലിൻ്റെ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമില്ല. കളിച്ച് നല്ല രീതിക്ക് പാടുന്നു. കളിച്ച് എല്ലാം പൊട്ടി. ട്രെയിനിങ്ങൊക്കെ മൊത്തം കുത്തിരുന്ന് കളിച്ചിട്ട് 10-15 കില്ല എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നല്ല രീതിക്ക് പാടാണ്. അതുകൊണ്ട് എന്തോ പഠിച്ച് വരുമ്പോൾ നല്ല താമസിക്കും. നല്ല ടഫാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്താ പറയുക, മൊബൈൽ PC സെറ്റപ്പ്. ഈ ഒരു PC സെറ്റപ്പിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാനതിപ്പോൾ പറയില്ല. അടുത്ത ഷോർട്സിൽ ഞാൻ ഹിഡൻ ആയിട്ട് കൊടുക്കുക, നിങ്ങളെ കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ നമ്മളെ PC-യുടെ ഔട്ട്ലുക്ക് എല്ലാം സെറ്റാണ്. കാണിച്ചു തരാം, വെയിറ്റ്. കളി എല്ലാം ടോട്ടിയാണ്. നമുക്ക് ഫുഡ് വെച്ചിട്ട് കുത്തിയിരുന്ന് കളിച്ച് പഠിച്ച് നോക്കണം. നോക്കണമുണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ചിട്ടൊക്കെ നമുക്കൊരു ലൈവൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കുറച്ച് എഫേർട്ടൊക്കെ ഉണ്ട്. കളിച്ച് പണി നല്ല താമസിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ. Leave me, baby, don't wanna fall again. This just hurt me. Just think about it, but you hold me like you don't want